ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവൻ എന്തുകൊണ്ടാണ് ബുദ്ധിമാനായി മാറുന്നത്? ദൈവത്തെ കണ്ടെത്താനുള്ള അന്വേഷണം എങ്ങനെയായിരിക്കണം? എങ്ങനെയാണ് ആ അന്വേഷണങ്ങൾ നടത്തേണ്ടുന്നത്? അല്പസമയങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗല് തനിക്ക് രാജ്യത്വം കിട്ടിയതും അഭിഷേകം കിട്ടിയതുമെല്ലാം ചില നഷ്ടങ്ങളുടെ മുൻപിൽ അന്വേഷിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. കാണാതെ പോയ അപ്പൻ്റെ കഴുതകളെ അന്വേഷിച്ച് ശാലീം ദേശത്തും ശാലീശ ദേശത്തും എഫ്രയീം മലനാട്ടിലുമെല്ലാം ചുറ്റി സഞ്ചരിച്ച് ആ അന്വേഷണങ്ങളുടെ ഒടുവിൽ ദൈവസന്നിധിയിലേക്ക് എത്തിയപ്പോൾ തനിക്ക് കിട്ടിയത് രാജ്യത്വവും അഭിഷേകവുമാണ്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം, ദൈവസന്നിധിയിലെ അന്വേഷണം എന്ന് പറയുന്ന ഒരു കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അടുത്തത് അന്വേഷിപ്പീൻ കണ്ടെത്തും, കണ്ടെത്താവുന്ന സമയത്ത് ദൈവത്തെ അന്വേഷിക്കുക, ഉപവാസത്തിലൂടെ ദൈവത്തെ അന്വേഷിക്കുക. ധാരാളം ചിന്തകൾ ഈ ദൈവവചന ഭാഗം വായിച്ച് പ്രാർത്ഥനാ മുറിയിലായിരുന്നപ്പോൾ കർത്താവെ, ഞാൻ എന്താണ് അങ്ങയുടെ ജനത്തോട് പങ്കുവെക്കേണ്ടുന്നത്? ഓരോ ദിവസവും ദൈവവചന സന്ദേശം ആളുകളിലേക്ക് എത്തുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അറിഞ്ഞ് പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടുകയും സംസാരിക്കുകയും ബലപ്പെടുത്തുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ 53-ാം സങ്കീർത്തനത്തിൽ നിന്ന് ആഴമായ ആത്മീക ചിന്തകൾ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് നൽകി തന്നു. അത് എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ടൊന്ന് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ 53-ാം സങ്കീർത്തനം വായിച്ചു തുടങ്ങിയപ്പം ഇത് നിരീശ്വരവാദത്തെക്കുറിച്ചുള്ള ഒരു സങ്കീർത്തനം പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെക്കുറിച്ച് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നെങ്കിൽ ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, വഷളത്വം പ്രവർത്തിക്കുന്നു, ദൈവത്തെ അറിയുന്നില്ല. ഇങ്ങനെ ദൈവത്തെ അറിയാത്തവനെക്കുറിച്ച് ചിന്തിച്ച് അവനെക്കുറിച്ച് വായിച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് എൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ചിന്താഗതികളെ തന്നെ മാറ്റിയത്. കാരണം ദൈവത്തെ അറിയാത്തവനെക്കുറിച്ച് വെറുതെ പറഞ്ഞ് നമ്മൾ എന്തിനാണ് സമയം പാഴാക്കുന്നത്? അങ്ങനെയൊക്കെ പോകുന്നവരും ദൈവവിശ്വാസം ഇല്ലാത്തവരുമൊക്കെ ആ വഴിക്ക് പോകുമ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ചാണ് അറിയേണ്ടുന്നത്. അങ്ങനെയാണ് ഈ 2-ാമത്തെ വാക്യത്തിലേക്ക് എൻ്റെ ശ്രദ്ധ വന്നത്. ഒരുപാട് വചനചിന്തകൾ എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തന്നു. പല പ്രിയപ്പെട്ടവരും പല അന്വേഷണങ്ങളിലായിരിക്കാം, ഇല്ലേ? മക്കൾക്ക് വേണ്ടിയുള്ള ജീവിത പങ്കാളികൾക്ക്, ഭാവിയെക്കുറിച്ചുള്ള വഴികൾക്ക് വേണ്ടി, ശുശ്രൂഷയുടെ വിശാലതകൾക്ക് വേണ്ടി, ആത്മീകമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി പലതരത്തിലുള്ള അന്വേഷണങ്ങളിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കാനായി തയ്യാറാകുക. ഈ ഉപവാസവും സത്യത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അന്വേഷണമാണ്. വളരെ വേഗം ചില അന്വേഷണത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ ബൈബിളിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വളരെ പെട്ടെന്ന് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ചിന്തകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഏറ്റവും വിടുതലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദൈവാനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനമായി ബൈബിൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തെ കണ്ടെത്താനുള്ള അന്വേഷണമായിരിക്കണം, ആഗ്രഹമായിരിക്കണം. നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. തിരഞ്ഞെടുപ്പ് നമ്മുടെ ഇഷ്ടമല്ലായിരുന്നു, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. എന്നാൽ അന്വേഷണം ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. എങ്ങനെ ദൈവത്തെ അന്വേഷിക്കണം? വളരെ ആഴമായിട്ടൊന്ന് മനസ്സിലാക്കണം. വെറുതെ ദൈവം എന്നോട് സംസാരിക്കുന്നെങ്കിൽ സംസാരിച്ചോട്ടെ, ഇടപെട്ടോട്ടെ എന്നുള്ള ഒരു ചിന്തയല്ല. അതിനപ്പുറത്തുള്ള ആഴമായ ചില അർത്ഥതലങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും, നിശ്ചയമായും കണ്ടെത്തും, നിങ്ങളുടെ പ്രവാസം ഞാൻ മാറ്റുമെന്നൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ ദൈവത്തെ ഒരുവൻ അന്വേഷിക്കുമ്പോൾ അവൻ വിത്ത് കംപ്ലീറ്റ് ഹാർട്ട്, സീക്കിംഗ് ദ ഫേസ് ഓഫ് ദ ലോർഡ് വിത്ത് കംപ്ലീറ്റ് ഹാർട്ട്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ്. പൂർണ്ണ ഹൃദയം. ഈ ദൈവത്തിൻ്റെ അരികിലേക്ക് വന്ന് ദൈവത്തെ കണ്ടെത്തിയവർക്കെല്ലാം
ഈ ഒരു അന്വേഷണ ത്വര അല്ലെങ്കിൽ ഈ ഒരു അന്വേഷിക്കുന്ന ഹൃദയം അവർക്കുണ്ടായിരുന്നു. സങ്കീർത്തനങ്ങളിൽ ദൈവശബ്ദം കേട്ട ദാവീദിൻ്റെ ഒക്കെ ജീവിതത്തിൽ അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു എന്നൊക്കെ ഈ സങ്കീർത്തന പുസ്തകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. രാവിലെ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ വാഞ്ചിക്കുന്നു, അതിയായി ആഗ്രഹിക്കുന്നു. നോക്കിക്കേ, നമ്മുടെ ഒരു ജീവിതം, ഒരു പ്രഭാതം ആരംഭിക്കുമ്പോൾ നെഗറ്റീവായ എല്ലാ ചിന്തകളെയും നമ്മൾ പുറത്താക്കി നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവുമെല്ലാം പോസിറ്റീവ് ചിന്തകളാൽ നമ്മൾ നിറയ്ക്കണം. അത് നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത്? അതിനാണ് പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും. ദൈവവചനവും പ്രാർത്ഥനയും. ദൈവവചന ധ്യാനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയും പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുന്ന സമയങ്ങളാണ്. അങ്ങനെയാണ് ദൈവഭക്തന്മാരുടെ ജീവിതമെല്ലാം അങ്ങനെയായിരുന്നു, ഇല്ലേ? ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്നു, നിന്റെ മുഖത്തെ ഞാൻ അന്വേഷിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ച് നമ്മൾ കാണുന്നതാണ് ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിക്കാനായിട്ടുള്ള ഒരു ഒരുക്കം. ആ അന്വേഷണങ്ങളുടെ ഒടുവിൽ അവരെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വ്യക്തമായ ദൈവശബ്ദം കേട്ടു. ദൈവ മുമ്പിലെ ഒരന്വേഷണവും വെറുതെയല്ല. ഒരുപക്ഷെ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നവരാകാം, ഭാവിക്ക് വേണ്ടി അന്വേഷിക്കുന്നവരാകാം. ഈ അബ്രഹാം തൻ്റെ ദാസനായ ഏലയാസറിനെ തൻ്റെ മകനൊരു ഭാര്യ എടുക്കാനായിട്ട് അയക്കുകയും പിന്നീട് ഏലയാസർ നടത്തുന്ന ഒരു അന്വേഷണമുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചുള്ള ആ ഒരു അന്വേഷണവും എത്തിച്ചേർന്നത് കൃത്യമായി ഇസഹാക്കിന് ആരെ ദൈവം ഒരുക്കിയോ അവിടേക്കാണ്. അപ്പം യഥാർത്ഥമായ ദൈവാശ്രയത്തോടുകൂടെയുള്ള അന്വേഷണങ്ങൾ എല്ലാം തന്നെ ദൈവത്തിങ്കലേക്ക് എത്തിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം, തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും പ്രതിഫലം തരുന്നു എന്ന് വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ വിശ്വസിക്കണം, ദൈവത്തെ അന്വേഷിച്ചാൽ അത് വെറും അന്വേഷണം മാത്രമല്ല, ആ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ദൈവത്തിന് സ്തോത്രം, എനിക്കൊരു പ്രതിഫലം ഉണ്ട് എന്നുള്ളത്. ഉപവാസം ഒരു അന്വേഷണമാണ്. ഞാൻ ഈ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത, ദൈവത്തെ അന്വേഷിക്കാനായി ഒരു ജനത മുഴുവനും ദൈവം മുമ്പിലേക്ക് വന്നൊരു ഭാഗമുണ്ട്. ഞാനത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ആ ഒരു ഭാഗം കിടന്ന് ഞാനതൊന്ന് റെഫറൻസ് എവിടെയാണെന്ന് അറിയാനായിട്ട് ബൈബിൾ പരിശോധിച്ചപ്പോൾ എനിക്കതിൽ നിന്ന് വളരെ ആഴമായ യഥാർത്ഥമായി എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്, അതുതന്നെയാണല്ലോ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആത്മീക ശുശ്രൂഷയുടെ കേന്ദ്രഭാഗമെന്ന് പറയുന്നത്. എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടുന്നത്? ഉപവാസത്തിലൂടെയുള്ള ഒരു ദൈവാന്വേഷണം. ആ ദൈവാന്വേഷണം നമ്മൾ കാണുന്നത് 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കുക. ഞാൻ വളരെ അതിൻ്റെ ഒരു സംഗ്രഹം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാം, അത് നിങ്ങൾക്ക് പ്രയോജനകരമായി തീരും. യഹോശാബാത്ത് എന്ന് പറഞ്ഞ യഹൂദയിലെ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പം മോവാബ്യരും അമ്മൂന്യരും മെയൂര്യരുമായ വലിയൊരു സംഘം കടൽക്കരയ്ക്കപ്പുറത്തു നിന്ന്, കടലിനപ്പുറത്ത് നിന്ന്, ഏൻഗതി എന്ന ഹസസോൻ തമ്മാറിൽ നിന്ന് ഈ യഹൂദ ജനത്തെ ആക്രമിക്കുവാനായി, ഇവരുടെ സ്വന്തം നാടിനെ ഇല്ലാതാക്കാനായി വലിയ വെല്ലുവിളികൾ മുഴക്കിക്കൊണ്ടുവരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയെ അന്വേഷിക്കുവാനായി ഒരു ഉപവാസം അവർ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണ് യഹൂദ നഗരങ്ങളിൽ നിന്ന് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും അടക്കം എല്ലാവരും ദൈവത്തെ അന്വേഷിക്കാൻ വന്നു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം വരട്ടെന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. അതാ ഞാൻ പറഞ്ഞു, ഈ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് ഈ വെറുതെ ഉള്ള ഒരു അന്വേഷണമൊന്നുമല്ല. ചുമ്മാ ഒരു മുറിയിലിരുന്ന് ദൈവം എൻ്റെ മുമ്പിൽ വരുന്നെങ്കിൽ വരട്ടെന്നും പറഞ്ഞ് അലസതയോടുകൂടെയുള്ള ഒരു ജീവിതമല്ലാതെ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, കഷ്ടപ്പാടുണ്ട്. ദൈവത്തെ അന്വേഷിക്കാൻ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഒന്നിച്ചു വന്നു, അവർ ഉപവസിക്കാൻ തുടങ്ങി. പിന്നീടുള്ളത് ആ അന്വേഷണം ഒരു പ്രാർത്ഥനയായി മാറുകയാണ്. ആ പ്രാർത്ഥന ഭയങ്കര ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ, അവിടുന്ന് ശക്തിയുള്ള ദൈവമാണ്, ഉന്നതനായ ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വലിപ്പത്തെ അംഗീകരിക്കുകയാണ്. 2, അവരുടെ കഴിവുകേടിനെ അവർ ദൈവം മുമ്പിൽ മനസ്സിലാക്കിയാണ്. ഞങ്ങൾക്ക് ശക്തിയില്ല, ദൈവം ഞങ്ങൾക്ക് തന്ന അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കാൻ ദൈവന്മാരെല്ലാം കൂടെ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. കണ്ടോ? അപ്പം ശരിക്കും ദൈവത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ അന്വേഷണത്തിൽ
നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ ആത്മീക യാഥാർത്ഥ്യം, നമ്മുടെ കഴിവും നമ്മുടെ മിടുക്കും അറിവും എല്ലാം മാറ്റിവെച്ച് ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വരവാണ് ദൈവസന്നിധിയിൽ. അങ്ങനെ ദൈവം മുമ്പിലേക്ക് വന്ന് നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ച് ധ്യാനിക്കണം. ഒരു ഭയങ്കര ആഴമായ ഒരു മർമ്മമാണ്. നമ്മളൊക്കെ ഉപവസിക്കുന്നവരാണില്ലേ? ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവിക വിടുതലുകൾ ഏറ്റെടുത്തുമൊക്കെ മുമ്പോട്ട് പോകുന്നവരാണ്. ആ ഉപവാസവും പ്രാർത്ഥനയും എത്രത്തോളം അനിവാര്യമാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷയുടെ വിജയം തന്നെ ഫ്രീക്വൻറ്റ് ഫാസ്റ്റിംഗ് ആയിരുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 26, 27, 28 വാക്യങ്ങളിൽ പലവട്ടം പട്ടിണി എന്ന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. പലവട്ടം പട്ടിണി. ചില ട്രാൻസ്ലേഷനുകളിൽ ഫ്രീക്വൻറ്റ് ഫാസ്റ്റിംഗ് എന്നാണ്. അതായത് എല്ലാവർക്കും ഫാസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ശാരീരികമായ പ്രശ്നങ്ങളുള്ളവരുണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാകാം. അപ്പം നിങ്ങൾ പറ്റത്തില്ലെങ്കിൽ വേണ്ട. പക്ഷേ ചെറിയ ചെറിയ ഉപവാസങ്ങൾ ഉച്ചവരെയോ വല്ലോ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ അത് അനുഗ്രഹമാണ്. അങ്ങനെ ഇവർ എല്ലാവരും ഒരുമിച്ച് വന്ന് ഉപവസിച്ചിട്ടുള്ള പ്രാർത്ഥന, ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഈ വരുന്ന ജനസമൂഹത്തോട് എതിർക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. കണ്ടോ അപ്പം അതാ കുറച്ച് മുമ്പ് ഞാൻ ആ ഒരൊറ്റ വാക്യത്തിൽ നിൽക്കുകയാണ്. അന്വേഷണം ഉപവാസമായി മാറി, പ്രാർത്ഥനയായി മാറി, ദൈവാശ്രയമായി മാറി. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹോവയുടെ ആത്മാവ് അവരുടെ ഇടയിലേക്ക് വന്നതാണ്. ഉടനെ ദൈവത്തിൻ്റെ ആലോചന, നിങ്ങൾ ഈ പടയിൽ പൊരുതണ്ട, സീസ് കയറ്റത്തിൽ വെച്ച് ശത്രുക്കൾ കയറി വരും, ദൈവം നിങ്ങൾക്ക് വേണ്ടി പൊരുതും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ ദൈവിക അന്വേഷണം എങ്ങനെയാണ്? നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നതായി മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ. മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവരാജ്യത്തെ അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കുക, വചനത്തെ അന്വേഷിക്കുക. എന്നോട് ദൈവത്തിന് എന്താണ് പറയാനുള്ളത്? എൻ്റെ കുടുംബത്തോട് ദൈവത്തിന് എന്താണ് പറയാനുള്ളത്? എന്നോട് ദൈവത്തിന് എന്താണ് കർത്താവെ സംസാരിക്കാനുള്ളത്? ഞാൻ എന്നും ഇങ്ങനെ തന്നെ പോകാനാണോ? എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്? ഇത് ചോദിച്ചുകൊണ്ട് നമ്മൾ ദൈവം മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിയായ പാതയിലാണ്. അവനെയാണ് ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത്. വേദപുസ്തകത്തിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരും ദൈവത്തെ അതിയായി അറിയാൻ ആഗ്രഹമുള്ളവരായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അനുഭവിച്ചറിയണം എന്നുള്ളതാണ്, ഇല്ലേ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. അടുത്തത് ഗ്രഹിച്ചറിയണം, അനുഭവിച്ചറിയണം. അപ്പോൾ രുചിച്ചും ഗ്രഹിച്ചും അനുഭവിച്ചുമൊക്കെ അറിയണമെങ്കിൽ അറിയാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാകണം. ദുഃഖകരമെന്ന് പറയട്ടെ, ഈ രക്ഷപ്പെടാത്ത ആളുകൾ ആരാണെന്നറിയാവോ? അവർക്ക് ഇങ്ങനെയുള്ള ഒരു ആഗ്രഹവും ഇല്ലാത്തവരാണ്. അവർക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമില്ല, വചനം കേൾക്കാൻ ആഗ്രഹമില്ല, വളരാൻ ആഗ്രഹമില്ല, പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെയുള്ളവരെ ദൈവം എങ്ങനെ രക്ഷിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു നല്ല ഹൃദയം നമുക്ക് ഉണ്ടാകണം. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ ശൗലിൻ്റെ ആ ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ, അപ്പൻ്റെ ആടുകളെ നഷ്ടപ്പെട്ടവൻ ശാലീം ദേശത്തും ശാലീശ ദേശത്തും എഫ്രയീം മലനാട്ടിലുകളിലുമെല്ലാം 4-5 സ്ഥലങ്ങളിൽ ചുറ്റി കറങ്ങി കിട്ടാതെ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇന്നത്തെ പല നഷ്ടങ്ങളും, ആ നഷ്ടങ്ങൾ നമ്മളെ അന്വേഷണങ്ങളിലൂടെ ദൈവ പദ്ധതിയിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിക്കുകയാണ് ഈ ദൈവിക ആലോചന ആരോടെങ്കിലുമൊക്കെയുള്ള ദൈവാലോചനകളായിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ ചില നഷ്ടങ്ങളിൽ നമ്മൾ തകർന്നിരിക്കാനല്ല, നമ്മൾ എല്ലാം പോയല്ലോ, ഇനി മറ്റൊരു വഴിയുമില്ലല്ലോ എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാനായിട്ടുള്ളതല്ല. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഇന്നത്തെ ചില നഷ്ടങ്ങൾ നാളത്തേക്കുള്ള ഭാവിയുടെ ചില വാതിലുകളുടെ തുടക്കമായിരിക്കാം. കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ആ ഭാഗം വായിക്കുമ്പം ഒരു വലിയ അലച്ചിലാണ്, അന്വേഷണമാണ്. കഴുതകളെ കണ്ടോ അന്വേഷിച്ച് കൃത്യമായി ശമൂവേലിൻ്റെ അരികിലേക്ക് എത്തുന്നു. ദൈവിക ആലോചനകൾ ഉണ്ടാകുന്നു, രാജാവായിട്ടുള്ള വാഗ്ദത്വം കൊടുക്കുന്നു, പോകുന്ന വഴിക്ക് പരിശുദ്ധാത്മാവ് വരുന്നു, ദൈവശക്തി പ്രാപിക്കുന്നു, ഇസ്രായേലിൻ്റെ രാജാവായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നഷ്ടപ്പെട്ട പല അന്വേഷണങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. ഒരു കുഞ്ഞില്ലാതെ
യഹോവയുടെ ആലയത്തിൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അതിനുവേണ്ടി പോയപ്പം കുഞ്ഞില്ല എന്നുള്ളൊരു കാര്യം മാത്രമല്ല, ഇസ്രായേലിൻ്റെ അടുത്ത ഒരു പ്രവാചകനെ ദൈവം ഹന്നയുടെ ഉദരത്തിൽ കരുതി വച്ചിരുന്നുവെന്ന് നമ്മൾ നോക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, വഴിയില്ലാതെ ഇരിക്കുമ്പോൾ അവിടെ കൊണ്ട് എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കാനല്ല, ഒന്ന് അന്വേഷിക്കാൻ തയ്യാറാകുക. എന്താണ് ദൈവോദ്ദേശം? ഇതിൻ്റെ പിന്നിലെ ദൈവഹിതം എന്താണ്? ഒരുപക്ഷെ പ്രവാചകന്മാർക്ക് അത് വെളിപ്പെട്ടില്ലെന്ന് വരും, മറ്റാർക്കും വെളിപ്പെട്ടില്ലെന്ന് വരും. പക്ഷെ നിർത്തിക്കളയരുത്, അന്വേഷണം കണ്ടെത്തും. ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ട പല കാലങ്ങളും നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കാലങ്ങളുടെ ഒടുവിൽ ആ നഷ്ടങ്ങൾ ദൈവത്തിങ്കിലേക്ക് നമ്മളെ എത്തിച്ചു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവരാജ്യം എന്ന് പറയുന്നത് അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, യാചിപ്പീൻ എന്നാൽ ലഭിക്കും, ആസ്ക്, സീക്ക്, നോക്ക്. ഇതെല്ലാം അന്വേഷണത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ആസ്ക് ചോദിക്കുക, സീക്ക് അന്വേഷിക്കുക, നോക്ക് മുട്ടുക. ലഭിച്ചില്ലെങ്കിലും മടുത്തു പോകാതെ മറുപടി കിട്ടുന്നത് വരെ ദൈവസന്നിധിയിൽ മുമ്പോട്ട് പോവുക. ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളൊക്കെ കർത്താവ് പറഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുള്ളത്, ദൈവരാജ്യം എന്ന് പറയുന്നത് വിലയേറിയൊരു മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശ്യമാണ്. സെർച്ച് ചെയ്യുകയാണ് വിലയേറിയൊരു മുത്ത്. അന്വേഷിച്ച് അദ്ദേഹം ആ ഒരു മുത്ത് ഒരു സ്ഥലത്ത് കണ്ടെത്തിയപ്പോൾ അദ്ദേഹം അത് പോയി വാങ്ങി. ഇല്ലേ, വയലിൽ ഒളിപ്പിച്ച നിധി എന്നൊക്കെ പറയുന്നത് പോലെ മറ്റുള്ളവർക്കൊന്നും ഇത് കാണാൻ പറ്റില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഉള്ളിൽ ദൈവം പകർന്നു തന്ന ആ ഒരു നിത്യതയുടെ വെളിപ്പാട്, ആ ഒരു ദൈവരാജ്യത്തിൻ്റെ ശക്തി, ഇതെല്ലാം ആമേൻ പ്രിയപ്പെട്ടവരെ, അത് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും ആമേൻ ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നതാണ്. അതോർത്ത് ഞാൻ കർത്താവിന് ആമേൻ സ്തോത്രം ചെയ്യുന്നു. അടുത്തത്, ഈ അന്വേഷിക്കുന്നതിൻ്റെ സമയത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55:6-7 വാക്യങ്ങളിൽ കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തെ അന്വേഷിക്കണം. എപ്പോഴും ആരാധനയ്ക്ക് പോകാൻ പറ്റിയെന്ന് വരത്തില്ല, എപ്പോഴും ഉപവസിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. സാഹചര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഒക്കെ ഇന്നത്തെ സാഹചര്യങ്ങളിലല്ല നാളെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യത്തോട് സൗകര്യത്തോടെ കുവൈറ്റിലൊക്കെ അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ബേസ്മെൻറ്റുകളെല്ലാം പൂട്ടി പരിമിതമായ സാഹചര്യത്തിൽ ഇരിക്കുകയാണ്. സഹോദരിമാരും കുഞ്ഞുങ്ങളുമെല്ലാം ആരാധനാലയത്തിൻ്റെ അകത്തിരിക്കുന്നു, സഹോദരന്മാർ എല്ലാം പുറത്തു നിൽക്കുന്നു, സൗകര്യങ്ങളില്ല, പോകാൻ പറ്റുന്നില്ല, ആരാധനയിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല. അപ്പം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെ ചെറുതായി കണക്കാക്കാതെ ആ സമയത്തൊക്കെ ദൈവമേ എന്താണ് ദൈവത്തിന് എന്നോട് പറയാനായിട്ടുള്ളത്, ഈ കാര്യങ്ങളെ ദൈവത്തിന് സ്തോത്രം കണ്ടെത്താനായിട്ടുള്ള സമയമാണ്. അപ്പം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം ചേർത്ത് എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ അന്വേഷിക്കുക, കണ്ടെത്തും. അപ്പം ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ കണ്ണുനീരോടെ ദൈവത്തെ അന്വേഷിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും ഒരുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം, നമ്മുടെ സ്വതന്ത്രമായ ഇച്ഛകളെ ഒരിക്കലും ദൈവം നിയന്ത്രിക്കില്ല. അതായത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ കൂട്ടിലടച്ചൊരു കിളിയെപ്പോലെയല്ല. അവൻ്റെ കൈകാലുകളിൽ ചങ്ങലയിട്ട് ഞാൻ പറയുന്നതെല്ലാം കേട്ടോണമെന്ന് പറഞ്ഞ് അവനെ അങ്ങനെ ദൈവം സൃഷ്ടിച്ച് വിടുകയല്ല ചെയ്തത്. ഓരോ മനുഷ്യനിലും ദൈവം അവൻ്റെ ഇച്ഛാശക്തി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇച്ഛാശക്തികളെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദത്തെങ്കിലും വചനത്തെങ്കിലും ദൈവത്തിങ്കിലേക്ക് തിരിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ ഒരു അന്വേഷിക്കുന്ന മനസ്സ് നിങ്ങൾക്കില്ലെങ്കിൽ അതെങ്ങനെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകണം. ഈ വീഡിയോയുടെ ടൈറ്റിലിൽ നിങ്ങൾ കണ്ടതുപോലെ ദൈവത്തെ അന്വേഷിക്കാനായിട്ടുള്ള അതിയായ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു നല്ല സൈനാണ്. ആ വ്യക്തി വളരും, ആ വ്യക്തി മുമ്പോട്ട് പോകും. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം, ധാരാളം ദൈവവചനം ശരിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനെ തിങ്ങി വരികയാണ്. എന്നാൽ സമയവും മുമ്പോട്ട് പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒക്കെ
ആ ആ ആ ആ എഴുത്തുകളിൽ ഫിലിപ്പിയ ലേഖനത്തിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കർത്താവിനെ അറിയാൻ, ക്രിസ്തുവിനെ നേടേണ്ടതിന്, ക്രിസ്തുവിലിരിക്കാൻ, അവൻ്റെ കഷ്ടാനുഭവങ്ങളോട് അനുരൂപപ്പെടുവാൻ, കൂട്ടായ്മയിലിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ആഗ്രഹം അതാണ്, എൻ്റെ താല്പര്യം അതാണ്. ലഭിച്ചു എന്നുള്ളതല്ല, എനിക്കിനിയും അത് നേടണം. പ്രിയപ്പെട്ടവർ, ഇതുവരെ നമ്മൾ അറിഞ്ഞ ദൈവസ്നേഹത്തിൻ്റെയോ വചനത്തിൻ്റെ വെളിപ്പാടുകളുടെ ആഴമോ അല്ല. അതിനപ്പുറത്ത് ശുശ്രൂഷയിലും ആത്മീക ജീവിതത്തിലും ചില പുത്തൻ നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ ചില അന്വേഷണങ്ങൾ നടത്തണം. കണ്ണുനീരോടെ ദൈവശബ്ദം കേൾക്കാൻ അതിയായ വാഞ്ചയോടെ ഓരോ ദിവസങ്ങളുടെ പ്രഭാതങ്ങളും രാത്രിയുടെ യാമങ്ങളും പ്രാർത്ഥനകളാക്കി മാറ്റാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും. അവനെയാണ് ദൈവം ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത്. ഇന്ന് ലോകം ബുദ്ധിമാന്മാരെന്ന് വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ. പക്ഷേ ജ്ഞാനികൾക്കും വിവേകികൾക്കുമൊക്കെ ദൈവം ഇത് മറച്ചു വെച്ച് നമുക്കൊക്കെ ദൈവം ഇത് നൽകി തന്നിരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നോക്കുന്നത് എന്നെ അന്വേഷിക്കുന്നവന്മാരാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ വലിയവനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഊടാടി സഞ്ചരിക്കുന്നു. വീണ്ടും 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 ഈ വാക്യങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം ഇതാരുടെയെങ്കിലും ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഇതൊന്ന് കയറുന്നെങ്കിൽ ഒന്ന് കയറിക്കോട്ടെന്ന് കരുതിയിട്ടാണ്. നമ്മുടെ മനസ്സ് മാറണം. ദൈവം നോക്കുന്നത് ഏകാഗ്രതയോടെ ദൈവത്തെ നോക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും പോകുന്നത് പോലെ പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, അവിടെ ദൈവസന്നിധിയിൽ ഒന്ന് മാറിയിരുന്ന് ദൈവത്തിന് എന്നോട് എന്താണ് പറയാനുള്ളത് അത് കേൾക്കാനായിട്ട് തയ്യാറാകുക. വളരെ പെട്ടെന്ന് ഈ 53-ാം സങ്കീർത്തനത്തിലെ ബാക്കി ചില ഭാഗങ്ങൾ കൂടെ പറഞ്ഞ് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇല്ലെങ്കിൽ ഈ എടുത്ത സങ്കീർത്തനത്തോട് നമ്മൾ വിശ്വസ്തത പുലർത്തിയില്ലെന്ന് വരുമല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ വാക്യം ഞാൻ അധികമൊന്നും പറയുന്നില്ല. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ലാതെ വഷളന്മാരായി മളയച്ചന്മാരായി നീതികേട് പ്രവർത്തിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നു. എല്ലാവരും പിൻവാങ്ങിയവരുപോലെ കൊള്ളരുതാത്തവരായിത്തീരുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഏവനുമില്ല. ഇത് റോമാലേഖനം ആരംഭ അധ്യായങ്ങളിൽ നമ്മൾ യേശുക്രിസ്തുവിലൂടെയുള്ള ആ നിത്യമായ രക്ഷയെ ലഭ്യമാകുവാനായി മാനവജാതി മുഴുവനും പാപത്തിൻ്റെ പിടിയിലാണെന്ന് തെളിയിക്കാൻ അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നന്മ ചെയ്യുന്ന ഒരുത്തനുമില്ല, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിൽ ഒരാളും നീതീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം റോമാലേഖനത്തിൻ്റെ ആരംഭ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ, ആമേൻ, പ്രിയപ്പെട്ടവരെ, സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. റോമാലേഖനത്തിൽ ഒരു വാക്യം കൂടെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നന്മ ചെയ്യുന്നവനാരുമില്ല, എല്ലാവരും പാപം ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവർക്ക് രക്ഷ ലഭിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കണ്ടോ, അവിടെയും വിശ്വസിക്കണം, അവിടെയും ദൈവരാജ്യത്തെ അന്വേഷിക്കണം. അവർക്കാണ് രക്ഷ വരുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു പ്രാർത്ഥനയാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ, സ്ഥിതി മാറ്റുമോ? സ്ഥിതി മാറ്റും. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരിക്കൽ കൂടെ പറയട്ടെ. ആമേൻ. ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള അന്വേഷണം, നഷ്ടപ്പെട്ടതിനെ കണ്ടെത്താനുള്ള അന്വേഷണം, ശുശ്രൂഷകളിൽ മുന്നേറാനുള്ള അന്വേഷണം, ഭാവി വഴി ദൈവത്താൽ തുറക്കപ്പെടാനുള്ള അന്വേഷണങ്ങൾ, ദൈവശബ്ദം കേൾക്കാനുള്ള അന്വേഷണങ്ങൾ, ആമേൻ, പ്രതിസന്ധികളിൽ ഒരു വഴിക്ക് വേണ്ടിയുള്ള അന്വേഷണം, ഇങ്ങനെയുള്ള അന്വേഷണങ്ങളെല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഈ അന്വേഷണങ്ങളുടെ എല്ലാം ഒടുവിൽ യഥാർത്ഥമായി അവർ ദൈവസന്നിധിയിലേക്ക് എത്തിയപ്പോൾ അവരൊക്കെ വളരെ ചുറ്റിത്തിരിഞ്ഞാണെങ്കിലും കൃത്യമായ സ്ഥലത്തേക്ക് ദൈവം അവരെ എത്തിച്ചു. ദൈവം നമുക്ക് വഴി കാണിക്കുന്ന ദൈവമാണ്, നമ്മളെ കൈവിടാത്ത ദൈവമാണ്. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, പലരും പല അന്വേഷണത്തിലാണ്. നല്ല അന്വേഷണങ്ങളെ ദൈവം നല്ലതിലേക്ക് എത്തിക്കട്ടെ. കൈവിട്ട് കളയാത്ത, ഉപേക്ഷിക്കാത്ത ആ കാരുണ്യവാനായ ദൈവം. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളൊക്കെ ഒത്തിരി അന്വേഷിച്ചിട്ടുണ്ട്. ഈ അന്വേഷണങ്ങൾ
ദൈവത്തിന് സ്തോത്രം. അതൊക്കെ ദൈവം വിവാഹ സമയങ്ങളിലൊക്കെ ആണെങ്കിലും ജീവിത പങ്കാളികൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി അന്വേഷിച്ചിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതെല്ലാം ദൈവം തക്ക സമയത്ത് ചെയ്തു തന്നെന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ തള്ളിക്കളയാത്തൊരു നല്ല ദൈവമുണ്ട്. അവിടെ നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ 53-ാം സങ്കീർത്തനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.